പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എന്താ നിങ്ങൾക്ക് കാര്യം എന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ മഴ കെട്ടിടത്തിനകത്ത് നിന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇപ്പം മഴ ഇച്ചിരി കുറഞ്ഞു, അതുകൊണ്ട് അകത്തോട്ട് വെള്ളം വീഴാത്ത. ഇപ്പം നാട് കണ്ടില്ലേ മഴത്തുള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കടയിലോട്ടൊക്കെ കയറണമെങ്കിൽ വെള്ളത്തിനകത്തൂടെ വേണം കയറാൻ. ഞങ്ങളിങ്ങനെ മഴ തുടച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നോക്കിക്കോണം, ഈ ഫ്ലോറിലെല്ലാം വെള്ളം വീണിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മോശമാവും ഈ ഫ്ലോറ് മൊത്തം. അപ്പോൾ ഈ കടയിലോട്ടൊക്കെ ആൾക്കാർക്ക് വന്ന് കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം എൻ്റെ തലയിലോട്ടൊക്കെ വീണുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ കടക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാരണം കച്ചവടങ്ങൾ മോശമാണ്. ഒന്നാമതേ മഴക്കാലത്ത് കച്ചവടങ്ങൾ കുറവാണ്. അതിനോടൊപ്പം ഇങ്ങനെയും കൂടെ ആകുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കച്ചവടക്കാരെക്കാളും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവഴി നടക്കുന്ന യാത്രക്കാരാണ്. പ്രായമായ പലരും തെന്നി വീഴുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവിടെ നിൽപ്പുണ്ട് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ബുദ്ധിമുട്ട് പറയുന്നത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടമാണ്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടമാണ്. പുതിയ ബസ് സ്റ്റാൻഡാണ്. അതായത് ഇതിന് അധികം കാലപ്പഴക്കങ്ങളൊന്നും ഉള്ള കെട്ടിടങ്ങളല്ല. പക്ഷേ ഈ കെട്ടിടത്തിന് മുകളിൽ മുഴുവൻ ചോർച്ചകളാണ്. ചോർച്ചയായിട്ട് വെള്ളമല്ല, മഴ പെയ്യുന്ന വെള്ളമല്ല, ഉള്ളിലോട്ട് തന്നെ കയറിയിട്ട് അവിടെ ഇങ്ങനെ തളം കെട്ടി കിടക്കുക. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവരത് ക്ലീൻ ചെയ്തതുകൊണ്ട് മാത്രം ഇത്രയെങ്കിലും ഒന്ന് വൃത്തിയായി കിടക്കുന്നത്. എങ്കിലും ഈ പ്രായമുള്ളവരോ പെട്ടെന്ന് ബസ് കണ്ടിട്ട് ഓടിപ്പോകുന്ന മനുഷ്യരൊക്കെ വരുമ്പോൾ സ്ലിപ്പായിട്ട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. നമുക്ക് ഇവിടെയുള്ള കടക്കാരോടൊക്കെ ഒന്ന് ചോദിക്കാം ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മഴക്കാലം ഈ ഒരു സിറ്റുവേഷൻ ഇവരെങ്ങനെ മറികടക്കുന്നുണ്ടെന്ന് ചോദിക്കാം. എന്തി ചേട്ടാ നമസ്കാരം. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ ഈ ഒരു വെള്ളത്തിന്റെ പ്രശ്നം? മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വെള്ളമാണ്. അപ്പൊ ഈ കടയിലോട്ട് കയറാനൊക്കത്തില്ല. അതിലുപരി ഇതുവഴി അങ്ങോട്ടേക്ക് യാത്രക്കാര് തെന്നി വീഴുക അല്ലേ, പല പല പ്രശ്നങ്ങൾ. ഇതിങ്ങനെ ഈ ചോർച്ച നിങ്ങൾ മുനിസിപ്പാലിറ്റിയെ അറിയിച്ചില്ലേ? ഉദ്ഘാടനം മുതലേ ഇത് നേരത്തെ തൊട്ടേ ഉള്ളതാ. അപ്പൊ നിങ്ങൾ ഇതിന് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് പ്രതിവിധികൾ എന്തെങ്കിലും ചെയ്തോ? നിങ്ങളുടെ പേഴ്സണൽ അത് ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്തു, ഷീറ്റ് വാങ്ങിച്ചടിച്ച്. പിന്നെ ഈ ബിൽഡിങ്ങിൽ നമുക്കൊന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലല്ലോ അല്ലേ, അധികാരമില്ല. പക്ഷെ അധികാരികളെ വിവരം അറിയിച്ചിട്ട് ഇതുവരെ അതിനൊരു ഇല്ല. എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി നടുവങ്ങാണ് ഒടിഞ്ഞു കഴിഞ്ഞാലേ ഇവരെന്തെങ്കിലും ചെയ്യത്തുള്ളെന്നാണോ? അത് അല്ല, എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇപ്പൊ വീണ്ടും വെള്ളമായല്ലോ അവിടെ. നമ്മള് ഡ്രെയിനേജിന്റെയോ തറയോടോ? തറയോട് ഇട്ടതുകൊണ്ടാ. പക്ഷെ എളുപ്പത്തിൽ ഈ പ്രായമുള്ളവരൊക്കെ പോയാൽ പെട്ടെന്ന് സ്ലിപ്പായി വീണ് എല്ലുകളൊക്കെ ഒടിയാനുള്ള ചാൻസ് കൂടുതലല്ലേ? വീഴുന്നുണ്ടല്ലേ? നിങ്ങളുടെ കൺമുമ്പിൽ എപ്പോഴും ആൾക്കാർ വീണോണ്ടിരിക്കും ആന്നല്ലേ? അപ്പൊ ഇതിനെന്തോ ഇപ്പൊ ചേട്ടൻ പറയുന്നത് എന്തുവാ? മഴ മാറാൻ പറഞ്ഞാൽ നമുക്കത് മാറാൻ പറ്റത്തില്ല. ചോർച്ച മാറണം, അതാ ഞാൻ പറഞ്ഞ. അല്ല, മഴ മാറാന്ന് പറഞ്ഞാൽ നമുക്കത് അനുകൂലിക്കാൻ പറ്റുന്നൊരു ഘടകമല്ല. പക്ഷെ ഇതിന് മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇനി എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഇതിന് എന്തെങ്കിലും പ്രതിവിധി കാണണം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പൊ കണ്ടില്ലേ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ട് ഇങ്ങനെയാണ്. ഇപ്പോഴും വീണ്ടും നമ്മൾ അങ്ങോട്ട് മാറിയ സമയം കൊണ്ട് വെള്ളം വീണുകൊണ്ടിരിക്കുക, അവിടെ മുഴുവൻ വെള്ളം ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ പലരും ഇവിടുത്തെ യാത്ര ചെയ്യുകയാണ്. ഒരുപാട് പേര് വീണു, പ്രായമുള്ളവര് ഒരുപാട് പേര് ഇവിടെ തെന്നി വീണു. വലിയ ദോഷമുള്ള ഒരു കാര്യമാണ്. കാണുമ്പോ നമുക്ക് സങ്കടമുണ്ട്. പ്രായമുള്ള അമ്മമാര് വീഴുമ്പോ നമ്മൾ എന്താ ചെയ്യാനോ? എന്നിട്ട് തന്നെ ഞാൻ പറയും സൂക്ഷിക്കുന്ന റോഡിൽ കൂടെ പോകുന്നവരോട് പറയും അത്ര ബുദ്ധിമുട്ട് അല്ല. ബസ് വരുമ്പോ സ്പീഡിൽ എളുപ്പം ബസ്സിൽ കയറാനുള്ള ധൃതി നോക്കി എല്ലാം ഓടുന്നേ. ഇവിടെ ചള്ളയാ ഇത്ര ആയോണ്ട് ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഈ ടൈലുണ്ടല്ലോ, ഇതേ ചവിട്ടുമ്പോ വെള്ളാണ്ട് അവിടെ കണ്ടില്ലേ, വെള്ളം വരുമോ? ആ ടൈലിന്റെ പുറത്ത് ചവിട്ടുമ്പോ വെള്ളമാ വരുന്നത്. അത് ചെറുപ്പക്കാരും വീഴാൻ പോയി. എന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ചെറുപ്പക്കാർ എന്തോ അമ്മേ പറഞ്ഞേ, അമ്മ പറഞ്ഞേ. ചെറുപ്പക്കാരത് അതിലെ പോയപ്പോ കാല് തട്ടിപ്പോട്ട് തൊട്ടല്ല അവിടെ വീണായിരുന്നു. ഞാൻ നോക്കിയപ്പോ അയ്യോന്ന് ഞാൻ അങ്ങ് വെക്കുകയും ചെയ്തു. വീഴവല്ലോന്ന് ആയിപ്പോയി. എനിക്കാണെ ഞാൻ ഇതിലെ കൂടെ വരുന്നില്ല, പേടിയായി എനിക്ക്. തെന്നി അടിച്ച് വീണ് പോയെങ്കിലേ ഇതിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, കടയിലോ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലയോ. അതിൻ്റെ കൂടെ ഞാനൊരു അശുവ. എനിക്ക് ഈ വെള്ളക്കുഴി കൂടെ നടക്കാൻ വയ്യ, ഈ റോഡിലോട്ട് ഇറങ്ങാൻ വയ്യ. പിന്നെ ബുദ്ധിമുട്ടിൽ നമ്മൾ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് യാത്ര ചെയ്യാനുള്ളത് യാത്ര ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇറങ്ങുന്ന നിവർത്തിയില്ലാത്തോണ്ട് ഭയങ്കരം തെന്നലെന്ന് പറഞ്ഞാൽ ഭയങ്കരം തെന്നലും വെള്ളവും ചളമ്പയുമാ. ഈ സ്റ്റാൻഡ് മൊത്തം അങ്ങനായിട്ട് കിടക്കുക. സ്റ്റാൻഡ് മൊത്തം തൊളി കോരി കിടക്കുക ആണ്, ചെളിയായിട്ട് കിടക്കുക. ചവിട്ടാൻ നിവർത്തിയില്ല. അതേ രീതിയിൽ കൂടാ.
പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സൂക്ഷിച്ചും കണ്ടും പോകുക. കടക്കാർക്ക് ബുദ്ധിമുട്ട്. അവരിങ്ങനെ നോക്കി നിൽക്കും നമ്മൾ അറ്റത്താകുന്നിടം വരെ. അയ്യോ അവർ വീഴുന്നോ എന്നുള്ള സ്ഥലം നോക്കി നിൽക്കുക. ആ തരത്തിൽ കൂടാണ് ഇത് വരുന്നത്. ഈ 6 മാസം മഴയാണ്, 6 മാസം ഇവിടെ വെള്ളപ്പൊക്കം മാതിരിയാണ്. ഇന്നലെയൊക്കെ ഒരുപാട് വെള്ളമായിരുന്നു, ഒരുപാട് വെള്ളം. ഇവിടെ ഒരുപാട് പേര് ഈ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. കണ്ടില്ലേ, ഈ പ്രായമായ അമ്മയൊക്കെ ഇവിടെ വീണ് പോയാൽ ഉണ്ടാവുന്ന അവസ്ഥകൾ. കാരണം എത്രയും പെട്ടെന്ന് ഇത് കാണുന്ന അധികാരികൾ ഇത് വേണ്ടുന്ന ചോർച്ച അടച്ച് ഈ അകത്തോട്ട് വെള്ളം വീഴുന്നത്, എന്തായാലും പുറത്ത് വെള്ളം വീഴുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ അകത്തോട്ട് വെള്ളം വീണ് ഇവരുടെയൊക്കെ സാധനങ്ങൾ നശിക്കുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യരുടെ യാത്രകൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. വീണിട്ട് ഓരോരുത്തരും പിന്നെ മിണ്ടാതെ എഴുന്നേറ്റ് അങ്ങ് പോവുകയാണെന്ന് തോന്നുന്നു. ആരോട് പറയാനാ? അതെ, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രതിവിധി ഉടൻ തന്നെ കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷയോടെ നിർത്തുന്നു.